ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്കെൻഡ് മെസ്സേജസ് ആണ്. സാറ്റർഡേ സൺഡേയുടെ ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീക്കെൻഡ് വളരെ സ്പെഷ്യലാണ്. തിരുവോണമാണ് വരുന്നത് ഞായറാഴ്ച വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും തിരുവോണാശംസകൾ. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഫീവർ ഉണ്ട്, അതുകൊണ്ടിട്ട് സൗണ്ടൊക്കെ മാറിയിരിക്കുന്നുണ്ട്. റീഡിങ്സിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ക്ലിയർ അല്ല, കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഇന്നത്തേക്ക് എന്നെ എക്സ്ക്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പയൽ സെലക്ഷനിലോട്ട് കിടക്കാം. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കെൻഡിൻ്റെ, അതായത് സാറ്റർഡേ സൺഡേയുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഞാൻ ഫസ്റ്റ് സാറ്റർഡേ ആണ് ചെയ്യുന്നത്, അതിനുശേഷം സൺഡേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഈ റീഡിംഗ് കാണാം, അല്ലെങ്കിൽ സൺഡേയുടെ റീഡിംഗ് പിറ്റേ ദിവസം സൺഡേ മോർണിംഗ് വന്നിട്ട് നിങ്ങൾക്ക് ഏത് പയലിലോട്ടാണ് അട്രാക്ഷൻ പോകുന്നത് അതനുസരിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് സാറ്റർഡേ, അതായത് 14th എനർജി നോക്കാം. പയൽ നമ്പർ 1. താങ്ക് യു. പയൽ നമ്പർ 1. താങ്ക് യു. Eight of Cups എനർജി, Ace of Wands, Tower, 10 of Wands എനർജി. അതുപോലെ തന്നെ ബാക്കിൽ വന്നിട്ട് നമ്പർ 7 Chariot ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 8 of Cupsൽ എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ട്രാവലിൻ്റെ എനർജിയാണ് എനിക്ക് മെയിനായിട്ട് ഫോക്കസിൽ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് എനർജിയിലോട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ എനർജിയിലൊരു ഷിഫ്റ്റ് വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട്, കുറച്ച് പേർക്ക് ഇത് ഫിസിക്കൽ ട്രാവലും ആകാം. ഓക്കെ, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ ഷാഡോ അല്ലെങ്കിൽ ഇമോഷണൽ ലെവലിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൊങ്ങി വരാനായിട്ടും കുറച്ച് പേരുടെ ലൈഫിൽ ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ച് പേര് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏസ് ഓഫ് വാൻസിൽ നിങ്ങൾക്ക് വരുന്ന ഇൻസ്പിറേഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വരുന്ന ഐഡിയാസ് ആയിക്കോട്ടെ, അത് കുറച്ചും കൂടെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നുണ്ടാകാം. അതിന് കുറച്ചും കൂടെ പ്രയോറിറ്റി, ഏത് കാര്യങ്ങൾക്കാണ് ഞാൻ മുൻഗണന കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതിൽ കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി ഓവർ തിങ്കിങ്ങിൻ്റെ എനർജിയിലോട്ട് പോകുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് കെയർഫുൾ ആകുക. കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കാത്ത ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എനർജി കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റ് ആയിരിക്കാം, പെട്ടെന്നൊരു ചേഞ്ച് ആയിരിക്കാം, മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർപ്രൈസിങ് ആയിട്ടുള്ള നിങ്ങൾ വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ്, എന്തെങ്കിലും ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് കുറച്ച് പേരുടെ ലൈഫിൽ കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങളോട് ലൈഫിൽ നിങ്ങൾ ജോയിൻ്റ് ആയിട്ട്, ഇപ്പോൾ നിങ്ങളൊരു ഫാമിലിയിലാണെങ്കിൽ നിങ്ങൾ ജോയിൻ്റ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ്, രണ്ടുപേരും ചേർന്ന് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ്, ഓക്കെ, അതിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഈക്വൽ ആയിട്ടുള്ള ആ ഒരു എനർജി, ഇപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ്, എന്തെങ്കിലും സന്തോഷങ്ങളാണെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് നിങ്ങളത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിനേക്കാൾ ഉപരിയായിട്ട് മുന്നോട്ടുള്ള പ്രയാണം, മുന്നോട്ട് എന്താണ് എൻ്റെ ലൈഫിൽ ഇനി ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്, എനിക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് എൻ്റെ ലൈഫിൽ വരാനായിട്ട് ശ്രമിക്കുന്നത്, അവിടെ കുറച്ചും കൂടെ നിങ്ങൾ ഫോക്കസ്, നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ എനിക്ക് എവിടെയൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചു, ഞാൻ എവിടെയൊക്കെ ഫെയിലിയർ ആയി പോയിട്ടുണ്ട്,
അവിടെ നിന്ന് നിങ്ങൾ ലെസൺസ് ഉൾക്കൊള്ളുക, പഠിക്കേണ്ട പാഠങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം ഇനി എന്താണ് എൻ്റെ ലൈഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ഇൻസ്പിറേഷനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്കൊരു അഡ്വൈസിൻ്റെ രൂപത്തിൽ ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ സാറ്റർഡേയുടെ മെസ്സേജസ് വന്നിട്ട്. നെക്സ്റ്റ് നമുക്ക് സൺഡേയുടെ എനർജി നോക്കാം. ഓക്കെ, പായൽ നമ്പർ 1 നമുക്ക് നിങ്ങളുടെ സൺഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. സൺഡേ 15th വന്നിട്ട് തിരുവോണമാണ്. അപ്പോൾ എല്ലാവർക്കും തിരുവോണാശംസകൾ. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 1ൻ്റെ സൺഡേയുടെ എനർജീസ് എന്തൊക്കെയാണ്, അഡ്വൈസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്? താങ്ക് യു. ദ ലവേഴ്സിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇവിടെ 10 ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 9 ഓഫ് സോഡ്സിൻ്റെ എനർജി. അതുപോലെ തന്നെ ബാക്കിൽ വന്നിട്ട് ദ ഡെവിളാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ ലവേഴ്സിൻ്റെ എനർജിയിൽ വന്നിട്ട് ലവ് റിലേഷൻഷിപ്പ്, സ്നേഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. ഇത് വന്നിട്ട് കുറച്ച് പേർക്ക് ഫാമിലി, കുടുംബം, അവരുടെ സ്നേഹം അനുഭവിക്കാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം, ബ്ലെസ്സിങ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ലവ് റിലേഷൻഷിപ്പിലുള്ള ആ ഒരു എനർജിയിൽ എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റ്, മാറ്റങ്ങൾ, കുറച്ച് പേർക്ക് കുറച്ചും കൂടെ ഫെയ്ത്ത്, വിശ്വാസം വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ സ്നേഹം, റിലേഷൻഷിപ്പ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഫിയർ, പേടി, ആങ്സൈറ്റി ആ ഒരു എനർജിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കറേജിയസ് ആയിട്ട്, കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി ആ ഒരു എനർജീനെ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. കുറച്ച് പേര് വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം, ആ ഒരു കടുംപിടുത്തത്തിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അതിന് പകരമായിട്ട് എങ്ങനെ പീസ്ഫുള്ളി, കുറച്ചും കൂടെ സമാധാനപരമായിട്ട് രണ്ടുപേരുടെയും ഒപ്പീനിയൻസ്, എല്ലാവരുടെയും ഐക്യം, യൂണിറ്റി, അതിനെല്ലാം കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ലവ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പേടി, ഭയമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റീവ് ആയിട്ട് മാറുന്നതായിട്ട്, നിങ്ങൾ വിചാരിച്ച പോലെ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഇന്നത്തെ ദിവസം ആ ഒരു ഏരിയയിൽ സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഹീലിങ്ങും ആകാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറേ കൂടെ ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങൾ എന്ത് ആക്ഷനാണോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്, എന്താ പറയുക, സ്റ്റെപ്സ് ആണോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്, അതിൽ കുറച്ചൊരു പേഷ്യൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ ചില സിറ്റുവേഷൻസ് നമ്മളെ കുറച്ചൊന്ന് പോസിലോട്ട്, കുറച്ചൊന്ന് പേഷ്യൻസ് ആവശ്യമുണ്ട്, കുറച്ചൊന്ന് കാലതാമസം ഡിമാൻഡ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ആ സമയങ്ങളിൽ നിങ്ങൾ തളരാതിരിക്കുക. ഓക്കെ, കുറച്ചും കൂടെ ബോൾഡായിട്ടിരിക്കാനായിട്ട് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ പേഷ്യൻസ് ആവശ്യമുണ്ട്. കുറച്ച് പേർക്ക് ജനറേഷൻ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പേഷ്യൻസോടുകൂടി നിങ്ങൾ ആക്ഷൻസ് എടുക്കാനായിട്ട്, സമാധാനപരമായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, ഇവിടെ 10 ഓഫ് വോൺസിൽ വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് ഹോം റിട്ടേൺ ആയിരിക്കും. നിങ്ങൾ ടഫായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ജേർണി അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് ഇത് വന്നിട്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹാപ്പിനെസ് കൊണ്ടുവരുന്നുണ്ടാകാം. ഒത്തിരി ഭാരം ഇറക്കി വെച്ചേക്കുന്ന പോലെ ഒരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതിലെല്ലാം ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റ്, വളർച്ച, ഗ്രോത്ത്, ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സ്ട്രഗിൾസിൻ്റെ എൻഡിങ് പീരീഡാണ്. എന്തെങ്കിലും സ്ട്രഗിളിൽ കൂടെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിവിടെ എൻഡാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ്റെ ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. ഷൂസ് ആയിരിക്കാം, ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
കുറച്ച് പേർക്ക് എന്തെങ്കിലും ബോഡി പെയിൻ, എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഫീവർ ആയിരിക്കാം, ചെറിയ ചെറിയ അങ്ങനത്തെ പ്രോബ്ലംസ്, അതും കുറച്ച് പേർക്ക് ഇവിടെ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട്, കുറച്ചൊരു ആശ്വാസം ലഭിക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 9 ഓഫ് സോഡ്സിൽ ഇവിടെ നിങ്ങളോട് ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത്, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ആർഗ്യുമെൻറ്റ്സ്, എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻസ്, വാക്ക് തർക്കങ്ങൾ, ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഏരീസിൻ്റെ എനർജി എനിക്ക് വരുന്നുണ്ട്. ഒത്തിരി പവർ സ്ട്രഗിൾ ആയിരിക്കാം, ഒത്തിരി ഇൻഡിപെൻഡൻസിൻ്റെ എനർജി ആയിരിക്കാം. നിങ്ങൾ ഒത്തിരി ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അത് നിങ്ങൾക്ക് റിസീവ് ആകുന്നുണ്ടാകില്ല. അങ്ങനത്തെ ഒത്തിരി സ്ട്രഗിൾസ് കുറച്ച് പേരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ചും കൂടെ അഗെയിൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമാധാനം, പീസ് നൽകുന്ന എനർജി ചൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ എടുത്ത ആ ഒരു ഡിസിഷൻ അതായിട്ട് കുറച്ചൊന്ന് ഫെയ്ത്തിൻ്റെ എനർജിയിലിരിക്കുമ്പോൾ ഈ ഒരു എനർജിയിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ ഫെയിലിയറായി പോയി, എന്നെ റിജക്റ്റ് ചെയ്തു, ആ ഒരു എനർജി നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ചില സാഹചര്യങ്ങളിൽ ചില ഡിനയലിൽ, ചില റിജക്ഷൻസ്, നമ്മളെ വേണ്ടെന്ന് വയ്ക്കുക, നമ്മളെ തിരസ്കരിക്കുക, നമ്മളെ കണ്ടില്ലെന്ന് നടിക്കുക, അങ്ങനത്തെ ചില കാര്യങ്ങൾ ചില സമയത്ത് നമുക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട്. അപ്പോൾ എവിടെയെല്ലാമാണോ നിങ്ങൾക്ക് അങ്ങനത്തെ എനർജീസ് ഫീൽ ചെയ്തേക്കുന്നത്, അതൊരു ഡിവൈൻ പ്രൊട്ടക്ഷനായിട്ട് നിങ്ങൾ മനസ്സിൽ, ഈശ്വരൻ്റെ ഒരു സംരക്ഷണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കരുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഈ ഒരു സാഡ്നെസ്, ഈ ഒരു എനർജിയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്ലീപ്പ്, ഉറക്കം, ഓക്കെ, ഹെൽത്ത്, അതിലെല്ലാം കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അനാവശ്യമായിട്ടുള്ള ബോഡിക്ക് ടോക്സിസിറ്റി ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിലോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് കെയർഫുൾ ആകുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, കാരണം കുറച്ച് പേർക്ക് നിങ്ങളുടെ ആക്ടിവിറ്റി കൊണ്ടിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാനായിട്ടും നിങ്ങളോട് പറയുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആകണം എന്നില്ല, ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ളവരുടെ എനർജിയും ആകാം. അപ്പോൾ അവിടെ കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ന്യൂ ഓഫേഴ്സ് വരുന്നുണ്ടെങ്കിൽ, പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, എന്തെങ്കിലും ന്യൂ എനർജീസ് ആയിരിക്കാം, അത് കുറച്ചും കൂടെ പേഷ്യൻസോട് കൂടി കൈകാര്യം ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, ആവശ്യത്തിന് സമയമെടുക്കുക, നിങ്ങളുടേതായിട്ടുള്ള ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നിങ്ങൾ ഈ ഒരു ദിവസവും ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ ആ ഒരു എനർജി ആയിട്ടും കണക്ട് ചെയ്യുക. അപ്പോൾ ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പാൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കെൻഡിൻ്റെ, അതായത് സാറ്റർഡേ സൺഡേയുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സാറ്റർഡേ സൺഡേയുടെ മെസ്സേജസ് ഒരുമിച്ച് കാണാം. കാരണം ഞാൻ ഫസ്റ്റ് സാറ്റർഡേ ആണ് ചെയ്യുന്നത്, അതിനുശേഷം സൺഡേ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം സൺഡേ വന്നിട്ട് നിങ്ങൾക്ക് ഏത് പയലിലോട്ടാണോ അട്രാക്ഷൻ പോകുന്നത് അതിനനുസരിച്ചിട്ട് പയൽ സെലക്ട് ചെയ്തിട്ടും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് ആ ഒരു ഗൈഡൻസ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം പയൽ നമ്പർ 2യുടെ സാറ്റർഡേയുടെ എനർജി എന്താണ്, സാറ്റർഡേയുടെ ഗൈഡൻസ് എന്താണ് പയൽ നമ്പർ 2ന് വന്നിട്ട്. താങ്ക് യു. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി, ഒത്തിരി ഇൻ്റലിജൻസ് കാണുന്നുണ്ട്. ബുദ്ധിശക്തി യൂസ് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ
എന്താ പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ഒത്തിരി നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ആൻസിസ്റ്റേഴ്സിൻ്റെ എനർജിയാണ്, പൂർവികരുടെ അല്ലെങ്കിൽ ഫാമിലിയുടെ എനർജി കൂടുതലായിട്ട് ഫോക്കസിൽ വരുന്നുണ്ട്. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എനർജി എക്സ്ചേഞ്ചും കാണുന്നുണ്ട്. The Devil, 6 of Wands, Knight of Pentacles, The Wheel വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഡെവിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ 15 വന്നിട്ട് 6ൻ്റെ എനർജി, ഇവിടെ നമുക്ക് 6 വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഒന്നും ഫോഴ്സ്ഫുള്ളി ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിന്നിട്ട് എന്താണോ എനർജി വരുന്നത്, എന്ത് ആക്ഷൻസ് എടുക്കാനായിട്ടാണോ നിങ്ങളോട് പറയുന്നത്, ആ ഒരു ഗൈഡൻസ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ തന്നെ എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റീവ് എനർജി, നിങ്ങളുടെ എനർജി മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഈഗോയിൽ നിന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട് പ്രേരണ വരുന്നുണ്ടാകാം. അതെല്ലാം കുറച്ചും കൂടെ കെയർഫുള്ളി, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ സ്ട്രക്ചർ, ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എത്ര ചിലവാക്കുന്നുണ്ട്, എത്ര ലഭിക്കുന്നുണ്ട്, അതിലെല്ലാം ഒരു ഓർഡർ, ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ കൈകൾ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഹാൻഡ് പെയിൻ, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ബോഡി പെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് മടിക്കാതിരിക്കുക. റെസ്റ്റ് എടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. 6 ഓഫ് വാൻഡ്സിൽ ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി അപ്രീസിയേഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുക, നിങ്ങൾ ചെയ്യുന്ന വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒത്തിരി പേര് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സക്സസ് ലഭിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് സ്പോട്ട് ലൈറ്റ് ആയിരിക്കാം. നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു സ്പോട്ട് ലൈറ്റ്, ഒരു ഹ്യൂജ് സക്സസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ഒത്തിരി ഓഡിയൻസ്, ഒത്തിരി പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ന്യൂ എനർജി കടന്നു വരുന്നുണ്ടാകാം, ന്യൂ പാഷൻ കടന്നു വരുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ്ങും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ മെയിനായിട്ടൊരു അഡ്വൈസ് എന്ന് പറയുന്നത് സ്റ്റേബിളായിട്ടുള്ള എനർജി, ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, നിങ്ങളുടെ ഫെമിനിൻ എനർജി, അതിൽ കുറച്ചും കൂടെ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുക, നിങ്ങളെ നർച്ചർ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട വിശ്രമം, നിങ്ങൾക്ക് വേണ്ട കെയർ, അതെല്ലാം കൊടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളോട് ശ്രമിക്കാനായിട്ട് പറയുന്നുണ്ട്. വീലിൽ വന്നിട്ട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലോട്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജീസ് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക, ഫിൽട്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ നമുക്ക് 2 എനർജീസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വൈറ്റ് ലൈറ്റ് ആണ്, ഇവിടെ വന്നിട്ട് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് എനർജീസ് ഞാൻ എൻ്റെ ഉള്ളിലോട്ട് എടുക്കണം, ഏതെല്ലാം കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകണം, അതിൽ കുറച്ചൊരു പ്രയോറിറ്റി, ഫോക്കസ് കൊടുക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ സക്സസ് ഉണ്ടാകുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെയെല്ലാം നിങ്ങൾ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഓവറായിട്ട് എക്സൈറ്റ്മെൻറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് ഫേവറബിൾ അല്ലാത്ത, അല്ലെങ്കിൽ പിന്നീട് ദൂഷ്യം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ടാകാം. അപ്പോൾ അതിനാണ് ഞാനിവിടെ പറഞ്ഞത്, എല്ലാത്തിലും ഒരു മോഡറേഷൻ, മിതത്വം പാലിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ 10 വന്നിട്ട് കംപ്ലീഷൻ്റെ, എൻഡിങ്സിൻ്റെ എനർജിയാണ്. എവിടെയാണോ എൻഡിങ് കൊണ്ടുവരേണ്ടത്, എവിടെയാണ് നോ പറയേണ്ടത്, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കാരണം ഇവിടെ ബാക്കിൽ 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, നിരാശയുടെ എനർജിയാണ്. ഓക്കെ, റിലേഷൻഷിപ്സിലെ പ്രോബ്ലംസ് ആയിരിക്കാം, ഇമോഷണൽ എനർജി ആയിരിക്കാം. അതെല്ലാം ഇവിടെ എവിടെയാണോ നിങ്ങളൊരു എന്താ പറയുക, ഒരു സ്റ്റോപ്പ് ഇടേണ്ടത്, അത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകണം, വ്യക്തത ഉണ്ടാകണം. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെമിനിൻ എനർജി ആൻഡ് മാസ്കുലിൻ എനർജി ഒരു ബാലൻസിൽ വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ സാറ്റർഡേയുടെ എനർജി വന്നിട്ട്. ഇനി നമുക്ക് നിങ്ങളുടെ സൺഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. താങ്ക് യു.
ഓക്കെ, പൈൽ നമ്പർ 2 നമുക്ക് നിങ്ങളുടെ 15th ഞായറാഴ്ചയുടെ എനർജി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് വന്നിട്ട് തിരുവോണമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽ നമ്പർ 2യുടെ താങ്ക് യു. പൈൽ നമ്പർ 2യുടെ എനർജീസ് എന്താണ്, ഗൈഡൻസ് എന്താണ്? താങ്ക് യു. സ്ട്രെങ്ത്തിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കിങ് ഓഫ് വോൺസിൻ്റെ എനർജി, 5 ഓഫ് കപ്സിൻ്റെ എനർജി, ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജി, അതുപോലെ തന്നെ ദ വേൾഡിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ഓവറോൾ ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത്, ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജി വന്നേക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ അറിവ്, ഇതുവരെ നിങ്ങൾ നേടിയ ജ്ഞാനം, ഓക്കെ, അത് യൂസ് ചെയ്തിട്ട്, ആ കഴിവ് യൂസ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പല സിറ്റുവേഷൻസും നിങ്ങളെ ചാലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, ലോ വൈബ്രേഷനിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങളുടെ വിസ്ഡം, അറിവ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു എൻഡിങ്ങിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അതിൽ കുറച്ചും കൂടെ ഒരു ദീർഘവീക്ഷണം, ഒരു വിഷണറിയുടെ എനർജി, ഓക്കെ, ആ ഒരു എനർജിയിലോട്ട് ടാപ്പിൻ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. ഇവിടെ നമുക്ക് ലിയോയുടെ എനർജി, ഇതിലും നമുക്ക് ലിയോയുടെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് സ്ട്രെങ്ത്തിൽ വന്നിട്ട് ആത്മധൈര്യമാണ്, കറേജിൻ്റെ എനർജിയാണ്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ്സിൽ, എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങളിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയിൽ ഇത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അത് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം അനുഭവിക്കാനായിട്ട്, ഒരു പോസിറ്റീവ് ചേഞ്ച് കാണാനായിട്ട് കുറച്ച് പേരുടെ ലൈഫിൽ എന്താ പറയുക, പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങളുടെ ഹാബിറ്റ്സിൽ, റുട്ടീനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം, മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എവിടെയാണ് എനിക്ക് ചേഞ്ച് കൊണ്ടുവരേണ്ടത്, അതിൽ ഞാൻ കുറച്ചും കൂടെ ട്രൈ ചെയ്യുന്നതാണ്, കുറച്ചും കൂടെ കറേജസ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്നതാണ്, ബോൾഡായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ആ ഒരു എനർജി നിങ്ങൾ കുറച്ച് പേര് ട്രൈ ചെയ്യുന്നുണ്ടാകാം. അത് സക്സസ്ഫുള്ളി നിങ്ങളുടെ ഫേവറിൽ വർക്ക് ചെയ്യുന്നതായിട്ടും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഫോക്കസിൽ വരുന്നുണ്ടെങ്കിൽ കുറച്ചൊരു പേഷ്യൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. എടുത്തുചാട്ടം, ദേഷ്യം, അല്ലെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് അവിടെ ഫോക്കസ് നഷ്ടപ്പെടുക, അങ്ങനത്തെ എനർജീസൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. പേഷ്യൻസോടുകൂടി സമാധാനപരമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് കിങ് ഓഫ് വോൺസ് വന്നിട്ട് ഒരു വ്യക്തിയുടെ എനർജി ആയിരിക്കാം. ഓക്കെ, ഈ ഒരു വ്യക്തി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വാക്കുതർക്കങ്ങളായിരിക്കാം, എന്തെങ്കിലും ഡിസ്കഷൻസ് ആയിരിക്കാം, ഓക്കെ, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ആ ഒരു വ്യക്തി എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അതെല്ലാം കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. പേഷ്യൻസോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഗൈഡൻസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 5 ഓഫ് കപ്സിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആ ഒരു എന്താ പറയുക, ആ ഒരു എനർജി ക്രോസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇതൊരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. നിങ്ങൾ കുറേ നാളായിട്ട് എന്തെങ്കിലും എനർജി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, സാഡ്നെസ്സിൽ നിന്നിട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹാർമണി, അങ്ങനത്തെ എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പീസ്ഫുള്ളായിട്ട് പറഞ്ഞ് തീർക്കാനായിട്ടുള്ള ഒരു എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു മാനിഫെസ്റ്റേഷൻ കുറച്ച് പേരുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ബോൾഡായിട്ട് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കുറച്ച് പേരോട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് മറ്റുള്ളവർക്ക് ഒത്തിരി സമാധാനം കൊടുക്കാനായിട്ട്, പീസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം നൽകാനായിട്ട്, അവർക്കൊരു സാന്ത്വനം നൽകാനായിട്ട്,
ഓക്കെ, അതിന് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും കുറച്ച് പേരുടെ എനർജിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്കൊരു ടഫ് സിറ്റുവേഷൻ ആയിരുന്നു, തനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലുള്ള പ്രശ്നമായിരുന്നു. പക്ഷേ അതിൽ കുറച്ചൊരു ബാലൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എഗെയിൻ അഡ്വൈസ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വിസ്ഡം യൂസ് ചെയ്യുക. ഓക്കെ, കുറച്ച് പേര് നിങ്ങളുടെ അറിവ് ജ്ഞാനം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രെങ്ത്തിലാണ്. നിങ്ങളുടെ വീക്ക്നെസ്സിന് പകരമായിട്ട് എവിടെയാണ് എനിക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നത്, ബോൾഡായിട്ട് സ്റ്റാൻഡ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. എത്രയൊക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ സമാധാനപരമായിട്ട് എനിക്കതെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിലും ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, ആ ഒരു എനർജിയിൽ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ് സന്തോഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക. ഓക്കെ, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചേഞ്ചസിനോട് എസ് പറയുക. മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഈ ഒരു ചേഞ്ച് ഞാൻ വരുത്തി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് എനിക്ക് സാധിക്കും. അങ്ങനത്തെ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ പേടി കൂടാതെ അതിനോട് എസ് പറയാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫിയർ ഫേസ് ചെയ്യുക. ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ എനർജി വന്നിട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നിങ്ങൾ ഈ ഒരു ദിവസം ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു സറൗണ്ടിങ്സിലും ആർക്കെങ്കിലും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നൽകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ ഒരു എനർജിയും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈശ്വരൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.